നമസ്കാരം. മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ പ്രക്രിയ എപ്പോൾ തുടങ്ങുമെന്ന് ഇനിയും ആർക്കും അറിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ റിവിഷൻ പലരുടെയും വോട്ട് ഇല്ലാതാക്കുമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നു. ബീഹാറിൽ വൻ വിവാദമായ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലെത്തുമ്പോൾ ഉയരുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് വി ആർ അനൂപ്, മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അഡ്വക്കേറ്റ് അസഫ് അലി, ഇടത് സഹയാത്രികൻ എൻ ലാൽകുമാർ, വനനിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം വി ആർ അനൂപിലേക്ക്. അനൂപ്, കോൺഗ്രസ് പ്രതിനിധി ഈ രാഷ്ട്രീയ കക്ഷികളുടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ചില ആശങ്കകൾ വച്ചിരുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കാരണം നിലവിൽ കള്ളവോട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ കള്ളവോട്ടുകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമല്ലേ? തീർച്ചയായും നിങ്ങളുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് തന്നെ പങ്കെടുത്ത ആ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഉദ്ദേശമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ലഭ്യമാണെന്നിരിക്കെ ഇത്തരം ഒരു തീവ്രയത്ന പരിപാടിയുടെ ഉദ്ദേശശുദ്ധി തീർത്തും സംശയാസ്പദമാണ്. എന്താ, രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ജനങ്ങൾക്ക് മുൻപിൽ അതിൻ്റെ അസ്തിത്വം തന്നെ സംശയകരമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ പരമാധികാരമൊക്കെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ലല്ലോ. ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത് നിങ്ങളുടെ തൃശ്ശൂർ സ്റ്റുഡിയോയിലിരുന്നാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയൊക്കെയാണ് ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ ഇടപെട്ടതെന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും വോട്ടർമാരെ ചേർക്കുന്ന വിഷയത്തിൽ അനധികൃതമായി വോട്ടർമാരെ ചേർക്കുക, ഒരു ഫ്ലാറ്റിൽ തന്നെ നിരവധിയായ ആളുകളെ ചേർക്കുക, ഇവിടെ സ്ഥലത്തില്ലാത്ത ആളുകളെ ചേർക്കുക, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പോലും വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ 2 ഘട്ടങ്ങളിലായി നടത്തിയ പത്രസമ്മേളനത്തിൽ ആദ്യഘട്ടത്തിൽ അനധികൃതമായി ചേർത്ത ആളുകളെ കുറിച്ചാണെങ്കിൽ രണ്ടാം ഘട്ടം പറഞ്ഞത് കൂടുതൽ ഗൗരവതരമായ ഒന്നാണ്. അത് പറഞ്ഞത് രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗം ആളുകളെ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സോഷ്യൽ ലൊക്കേഷൻ, അവരുടെ സാമൂഹികമായ സാഹചര്യം വളരെ കൃത്യമാണ്. അത് അങ്ങനെ ഒഴിവാക്കപ്പെടുന്നവർ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ മുതലായവരാണ്. അത് കൃത്യമായും പൗരത്വ പരിഷ്കരണ കാലത്ത് എന്താണോ സംഘപരിവാർ കേന്ദ്രങ്ങൾ വിഭാവന ചെയ്തത്, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതുപോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന്, ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് അവരെ ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് സംഘപരിവാറിന് ഇതുവരെ രാഷ്ട്രീയമായി അതിൻ്റെ മേധാവിത്വം പ്രകടമാക്കാൻ കഴിയാത്തൊരു സംസ്ഥാനത്ത് അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും കൺമുന്നിലുള്ള ഉദാഹരണം നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച ചാലപ്പുറത്തെ കോർപ്പറേഷൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിം വോട്ടർമാരെ ഉൾപ്പെടെയുള്ളവരെ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് BJP വിചാരിക്കുന്ന ഒരു വിഭാഗത്തെ അവിടെ നിന്ന് മാറ്റുകയും അതിനനുസരിച്ച് ഡിലിമിറ്റേഷൻ അടക്കം രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നുള്ള വളരെ കൃത്യമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ പോലും ഇത്തരം ആശങ്കകൾ താങ്കൾ സൂചിപ്പിച്ചു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PC വിഷ്ണുനാഥ്, MD ജോക്ക് ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഇത്തരം ആശങ്കകൾ ഉന്നയിക്കപ്പെടുമ്പോഴും അത് കണക്കിലെടുക്കാതെ ജില്ലാ കളക്ടർമാർ യോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് വോട്ടിംഗ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണല്ലോ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക കണക്കിലെടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം നിലയ്ക്ക് സ്വമേധയാ മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ അജണ്ടകളെ പരാജയപ്പെടുത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി. ശ്രീ ലാൽകുമാർ, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പല ആംഗിളുകളിൽ പല സ്ഥലങ്ങളിലായി ഉയർന്നു വന്ന പ്രശ്നമാണ്. നമുക്കിപ്പോൾ ആദ്യമായി കേരളത്തിൽ അത്തരം വ്യാപകമായ ഏറ്റവും രൂക്ഷമായ ഒരു ആക്ഷേപം ഉണ്ടായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. അടൂർ പ്രകാശ് നിരവധി തവണ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ലോക്സഭാ സീറ്റിലുണ്ട് എന്ന് അദ്ദേഹം ആക്ഷേപിച്ചിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിൽ പോലും അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ അത് CPM ആണ് ഈ കള്ളവോട്ടുകൾ ചെയ്യുന്നത് എന്ന ആക്ഷേപം അടൂർ പ്രകാശ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയാണ് 2 പാർട്ടികളും ഈ SIR എന്ന് പറയുന്ന പ്രോസസ്സിനെ എതിർക്കുന്നത്. ആ എതിർക്കുന്നത് ഈ കള്ളവോട്ടിൻ്റെ പ്രശ്നത്തിലോ വോട്ട് വെട്ടിമാറ്റുന്ന പ്രശ്നത്തിലല്ല, ടാർഗറ്റഡായി ആളുകളെ ചേർക്കുന്നു, ടാർഗറ്റഡായി ആളുകളെ നീക്കുന്നു എന്ന ഒരു വിഷയം, ബീഹാറിൽ ഉയർന്നു വന്ന വിഷയം കേരളത്തിലും ഉണ്ടാവുമെന്ന ആശങ്കയിലാണോ?
അല്ല നോക്കൂ, അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാനതൊരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല. കാര്യം അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പറയാതെ സാധാരണഗതിയിൽ ഒരാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന സമയം തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ളൂ CPM കള്ള വോട്ട് ചേർക്കുന്നു എന്നൊരു വാദം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം 2 പ്രാവശ്യം MP ആയിട്ടിരുന്ന ഒരാളാണ് അവിടെ. 2ാമത്തെ തവണയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5 വർഷം നിന്ന ഒരാളാണ്. അതിനിടയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കൂടി ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുകയല്ല ഇവിടുത്തെ ജനങ്ങൾ. അത് അടൂർ പ്രകാശ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ ഞാൻ കണക്കാക്കുന്നു. ഇത്രയും 1 ലക്ഷത്തിൽ പരം വോട്ടുകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എവിടെ പോയി? അതവിടെ നിൽക്കട്ടെ, അത് ഒരു രാഷ്ട്രീയ ആരോപണമാണ്. പക്ഷേ മറ്റേത് ഈ പറയുന്ന ബീഹാറുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നതിനകത്ത് കുറേ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വന്നു. നോക്കൂ, ബീഹാറിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും മരിച്ചു എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരാൾ അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത്. പേരും പറഞ്ഞു അദ്ദേഹം വാദിച്ച അദ്ദേഹം സെഫോളജിസ്റ്റ് ആയിരുന്ന മനുഷ്യൻ യോഗേന്ദ്ര യാദവ്. ഐ എം സോറി ഫോർ ദ ഡിലേ. യോഗേന്ദ്ര യാദവ് തന്നെ അദ്ദേഹത്തിനെ ഹാജരാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതിക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എലിമിനേഷൻ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. കാര്യം 52 ലക്ഷം ആൾക്കാരെയാണ് അവിടുന്ന് പുറത്തു പോയത്. ആ പുറത്തു പോയത് നമുക്ക് അസ്വാഭാവികമായി തോന്നുന്നതിന് കാരണം ഒന്ന്, ഈ രാഹുൽ ഗാന്ധിയുടെ പിന്നീട് വന്ന ഇടപെടലും കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആ വിഷയത്തിലുള്ള അതിഗംഭീരമായ ഇടപെടൽ ഞാനത് 1-2 ഇടത്ത് സംസാരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം അതിനകത്ത് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ പേര് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട സംശയത്തിൻ്റെ ഒരു വലിയ പാൻഡോര ബോക്സ് തന്നെ തുറന്നപ്പം ഇലക്ഷൻ കമ്മീഷന് യഥാർത്ഥത്തിൽ വലിയ മറുപടികളില്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഒരു സബ്മിസീവ് സ്റ്റേജിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു പ്രോപ്പർ റീസണിങ് ഇപ്പോൾ പറഞ്ഞല്ലോ, BJPയെ കൺവിൻസ് ചെയ്യുന്ന ഒരു റീസൺ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, BJPയുടെ റീസൺ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സബ്സ്റ്റാൻഷ്യലി നമുക്ക് സാധാരണ ജനങ്ങൾ, ഇമ്പാർഷ്യലായിട്ട് നിൽക്കുന്നവർ, അടുത്ത പൊളിറ്റിക്കൽ യൂണിറ്റിൽ നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു മറുപടി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന് പോലും പറയാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇവിടുത്തെ അനൂപ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വളരെ നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എവിടെ വോട്ട് വരുന്നു, ആൾക്കാർ വന്നു ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു, പോകുന്നു, ജയിക്കുന്നു. എന്നിട്ട് BJPയുടെ സംസ്ഥാന വക്താവ് അദ്ദേഹം ഒരിക്കൽ പറയാണ്, നമ്മൾ കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് ചേർത്ത് ആയാലും ജയിപ്പിക്കും, അത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയുകയും കൂടി ചെയ്യുന്നു. അവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ അങ്ങനെ വരുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം. അവിടെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 20 മണ്ഡലമുള്ള കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പുറത്തു നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ചേർത്ത ശേഷം ഒരു മണ്ഡലം ജയിക്കുകയാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലെ പ്രവർത്തനം കൊണ്ട് അവർക്ക് വികസിക്കാൻ പറ്റും. ഒന്നുമില്ലാത്തൊരാളും ഒരു സീറ്റ് ഉണ്ടെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഒരു MP റെപ്രസെൻറ്റ് ചെയ്യുന്ന 7 നിയമസഭാ സീറ്റുകളെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രവർത്തനം നടത്താനായിട്ടുള്ള കഴിയുകയും ചെയ്യും. അപ്പം ഇവിടെ ഞാൻ എപ്പിസോഡ് എടുത്ത് വായിച്ചാൽ ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും അവരുടെ റെസ്പോൺസും റിപ്ലൈയും കാണുമ്പോൾ അവർ പറയുന്ന പല കാര്യത്തിനും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പോലും അല്ല കേട്ടോ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി റിപ്പോർട്ടിംഗ് ടു ദ ഗവർണർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാബിനറ്റിനും മിനിസ്ട്രിക്കകത്തോ അതിന് റോളില്ല. അതിനെ മറ്റേ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ചേർത്ത് ഞാൻ വായിക്കാൻ തയ്യാറല്ല, കാര്യം അത് തെറ്റായ ഒരു ഇൻ്റർപ്രിട്ടേഷനായി പോവും. പക്ഷേ അൾട്ടിമേറ്റ്ലി നടക്കുന്നത് ആരുടെ വിഷയാണെന്നുള്ളതാണ്. ഗവർണറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവിടുന്ന് വരുന്നു കാര്യങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസ് പോലും കൺവിൻസിംഗ് അല്ല. ഐ എം നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അക്രോസ് ദ കൺട്രി ഫോർ ഷുവർ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ വിഷയങ്ങളിൽ അഖിലേന്ത്യാ തലത്തിലുള്ളതുപോലെ തന്നെ ബീഹാറിൽ കണ്ടതുപോലെ തന്നെ BJPക്ക് അതേക്കുറിച്ച് ഒരാക്ഷേപവുമില്ല. ഇവിടെയും റിവിഷൻ നടക്കണം, ഇവിടെയും വോട്ടുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, അത് 2002 വോട്ടർ പട്ടിക തന്നെ ആധാരമാക്കണം തുടങ്ങിയ അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നമോ അതുണ്ടാക്കുന്ന കയോസോ ഒന്നും BJPയുടെ പ്രശ്നമേ അല്ല ഇവിടെ. എന്നിരിക്കെ BJP മാത്രം പിന്തുണയ്ക്കുന്ന ബാക്കി 2 മുന്നണികളും ശക്തമായി എതിർക്കുന്ന ഒരു SIR, അങ്ങനെ വരുമ്പോൾ തന്നെ SIR പ്രോസസ്സ് എത്രമാത്രം 2 മുന്നണികളുടെയും സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാലും ഇതിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുമോ? ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ പല പ്രാവശ്യം ഇവിടെ നടന്ന ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചെറുവിധ ചെറുഗുണമാണ് എങ്കിലും പറയുകയാണ്. ഈ
ഇലക്ഷൻ കമ്മീഷൻ എന്ന് ചെയ്യുന്നത് ഡൽഹിയിലെ നിർവാചന സദനിലുള്ള ഒരു 300 ജീവനക്കാരാണ്. അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവർ, നേരിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ജീവനക്കാർ എന്ന് പറയുന്നത്. ബാക്കി ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം നടത്തുന്നത് നമ്മളുടെ ഇടയിൽ നമ്മളുടെ ഒപ്പം നടക്കുന്നവരാണ് അജിംസെ. ഈ ഇവിടുത്തെ ജില്ലാ കളക്ടർ മുതൽ ഈ താഴെ BLO വരെയുള്ള ആ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ അടങ്ങിയ ഈ സമൂഹത്തിന്റെ നമ്മളുടെയൊക്കെ ഭാഗമാണ്. അല്ലാതെ വേറെ ഏതോ ലോകത്തൊന്ന് നൂലെ കെട്ടി ഇറക്കിക്കൊണ്ട് വന്നവരല്ല അവര്. നമുക്ക് മുഖപരിചയമുള്ള, നമ്മളെ നേരിട്ട് കാണുന്ന, നമ്മൾ എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അത്രമാത്രം ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. പിന്നെ ഇവിടെ പറയുന്നു നിങ്ങളുടെ പ്രശ്നം BJP എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല എന്ന്. ചേട്ടാ, ഇത് അവരെന്തിനെ അനുകൂലിക്കണോ, എന്തിനെ എതിർക്കണോ എന്നൊക്കെ ഉള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ അവരവരുടേതായ തീരുമാനങ്ങളില്ലേ. ഇപ്പോഴെന്നല്ല, ഒരു കാലത്തും BJP ഇവിടെ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരുന്ന കാലത്തും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇതുപോലെ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഈ രീതിയിൽ അധിക്ഷേപിക്കുക, തെരുവിലേക്ക് വലിച്ചഴയ്ക്കുക, നാണം കെടുത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും BJP ചെയ്തിട്ടില്ല. തോറ്റിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആ തോൽവിയെ അംഗീകരിച്ച് എന്തുകൊണ്ട് ഞങ്ങളെ തിരസ്കരിച്ചു എന്ന് പഠിച്ച് ആ തെറ്റുകൾ തിരുത്തി വീണ്ടും ജനങ്ങളെ സമീപിച്ച് അംഗീകാരം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ തോറ്റു കഴിയുമ്പം ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, ഭരണഘടനാ അങ്ങയെ തടസ്സപ്പെടുത്തുകയല്ല, ഞാൻ അങ്ങേ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതായത് അങ്ങിപ്പോൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ, ഈ 300ഓളം വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ജീവനക്കാർ മാത്രമാണ്, ബാക്കി മുഴുവൻ ലക്ഷക്കണക്കിനുള്ളത് നമ്മുടെ ഇടയിലുള്ള ആളുകളാണ് ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ഉദാഹരണത്തിൽ ഈ BLOമാർ അവിടെയുള്ള ആളുകൾ തന്നെയാണ്. ആ BLOയുടെ അമ്മാവൻ്റെ വോട്ട് വെട്ടിക്കളഞ്ഞു എന്ന് അദ്ദേഹം പരാതിപ്പെട്ടപ്പോഴാണ് ഒരു കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ആ കേസിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി കർണാടക സർക്കാർ എഴുതിയ 18 കത്തുകൾ, ആ കത്തുകളുടെ വിശദാംശങ്ങളും പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ വോട്ട് വെട്ടുന്നത് നൂലെ കെട്ടി ഇറങ്ങിയ ആളുകളല്ല, വേറെ എവിടെയോ ഇരുന്ന് ആളുകൾ വെട്ടിക്കളയുകയാണ്. അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കും എന്നതിനുള്ള തെളിവാണ് കർണാടകയിലേത് രാഹുൽ ഗാന്ധി ഉദാഹരണമായി കാണിച്ചത്. അത് കള്ളക്കഥയാണെന്നോ അത് കേവല ആരോപണമാണെന്നോ പറയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അങ്ങനെ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചതാണ്. അതെ, ഇവിടെ ഈ നാട്ടിൽ ആ രീതിയിലുള്ള കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കേസെടുക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞത്, അതല്ലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 18 കത്തുകൾ എഴുതിയിട്ട് ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞു. എന്താണ് ചോദിച്ചത്? ഇലക്ഷൻ കമ്മീഷൻ നല്ല വ്യക്തമായിട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞല്ലോ, അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന്. എന്താണ് ഇവർ ചോദിച്ചത്? ഒരു സൈബർ ക്രൈമിന്റെ ഭാഗമായി വേണ്ട എവിഡൻസ് എന്തൊക്കെയാണ്? ഏത് മൊബൈൽ നമ്പർ, IP അഡ്രസ്സ്, കമ്പ്യൂട്ടർ എങ്കിൽ കമ്പ്യൂട്ടർ, ലോഗിൻ ചെയ്ത സമയം, ലോഗിൻ ID, ഇങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ ഒരു സൈബർ ക്രൈമിന്റെ ഭാഗമായിട്ട് വേണ്ടത്. ആ ചോദിച്ചതെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തല്ലോ. പിന്നെന്താ വേണ്ടത്? അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും പിന്നെ 18 കത്തുകൾ എഴുതേണ്ടി വന്നതുകൊണ്ടായിരിക്കും കർണാടക FIR ഇട്ടിട്ടുണ്ട്. അല്ല, ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും CIDക്ക് 18 കത്ത് എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കിട്ടിയത് കൊണ്ടാണോ? അത് കിട്ടാത്തതുകൊണ്ടാണോ? എവിടെയാ കത്ത്? എന്താണ് അവർ ചോദിച്ചത്? അവർ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് കൊടുത്തു എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർ കത്ത് എഴുതുന്നത്. അത് പറയുന്നു കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല, കമ്മീഷൻ നുണ പറയുകയാണ്. ദാ ഞങ്ങൾ CID കൊടുത്ത കത്തുകൾ ഇതാണ്. അവിടെ നിന്ന് ആ കത്തുകൾ അവിടെ ഈ കത്തയച്ചു എന്ന് പറയുന്ന അല്ലാതെന്താ? കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത് കമ്മീഷൻ കളവ് പറയേണ്ട കാര്യമില്ല. കമ്മീഷൻ ഒരു കളവും പറയില്ല. കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ പോലീസ് മറുപടി പറഞ്ഞു. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറുപടി പറഞ്ഞു. ഈ രാഹുൽ ഗാന്ധി അല്ലല്ലോ പറയേണ്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞ് CID കത്തയച്ചു. CID ഓൺ ബിഹാഫ് ഓഫ് CID സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ആരാ? അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞോ? സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞോ? ആ പറയേണ്ടത് സംസ്ഥാന ഗവൺമെന്റ്, അല്ലാതെ രാഹുൽ ഗാന്ധി അല്ല. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? അല്ലാതെ ഡൽഹിയിൽ ഇരുന്ന് രാഹുൽ ഗാന്ധി അല്ല പറയേണ്ടത്. അവിടെ അതിന്റെ അതോറിറ്റി പറയണം. പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പം വെറുതെ ഇങ്ങനെ ഓരോന്നും അടിച്ചു വിടുക എന്നുള്ളതല്ലേ അത്. ശരി, അപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടിലൊരാൾ കളവ് പറയുന്നുണ്ട് എന്നാണ്. ഏതാ? രാഹുൽ ഗാന്ധിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ രണ്ടിലൊരാൾ കളവ് പറയും. അത് പറയേണ്ടത് ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് CID എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണല്ലോ. സംസ്ഥാന ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിലുള്ളതാണല്ലോ. അവര് പറഞ്ഞിട്ടുണ്ടോ ഇതിനെ? രാഹുൽ ഗാന്ധിയുടെ ഈ ക്ലെയിമിനെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടോ? ദിവസം ഇത്രയായല്ലോ, മിണ്ടിട്ടുണ്ടോ? അവർക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തും വിളിച്ച് പറയാം അവിടെ നിന്ന്. പക്ഷെ ഒരു സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്. ഓക്കെ, അപ്പൊ ഈ വിവരങ്ങൾ കൊടുത്തിട്ടും കർണാടക പോലീസ് അത് കണ്ടുപിടിക്കുന്നില്ല, അങ്ങനെയാണോ? സംശയം എന്താ? കർണാടക പോലീസ് കണ്ടുപിടിക്കേണ്ടത്. കർണാടകത്തിലെ ആഭ്യന്തര വകുപ്പിന് അതിന് ഉത്തരവാദിത്വം ഇല്ലേ? അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് അതിന് ഉത്തരവാദിത്വം ഇല്ലേ? അവിടെ നിൽക്കേണ്ടത്. ഇനി ഈ SIR-നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇടയിൽ ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇവിടെ എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇപ്പോഴത്തെ ഇവിടെ ശ്രീ VR അനൂപ് പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ചെറുത്ത് നിൽക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്, ഞാൻ അംഗീകരിക്കുന്നു. ജാഗരൂകമായിട്ടിരിക്കണം. ഈ പ്രവർത്തനങ്ങളെ കണ്ണിമ ചിമ്മാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇടപെടണം. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അത് ചെയ്താൽ മതി. അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും, തങ്ങളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പ് അവർക്കുണ്ടെങ്കിൽ, ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് ഈ പേടിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഓക്കെ, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് അസഫ് അലി, ഇവിടെ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ട്. എന്തിനാണ് ഈ SIR-നെ ഭയക്കുന്നത് കേരളത്തിൽ? കാരണം കേരളത്തിൽ എല്ലാ ബൂത്തിലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ആളുണ്ട്, അവർക്ക് പ്രവർത്തകരുണ്ട്, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ ആളുണ്ട്. ഒരു കരട് പട്ടിക വന്നാൽ അത് പരിശോധിച്ച് അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാനും ഫ്ലാഗ് ചെയ്യാനും സംവിധാനമുണ്ട്. ഇനി അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് നോക്കാൻ തന്നെ ബൂത്ത് ലെവലിൽ ആളുകളുള്ള രാഷ്ട്രീയ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ സംവിധാനമുള്ള ഒരു നാടാണ് കേരളം. ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായ അല്ലെങ്കിൽ ഇത്രയും പൊളിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു നാട്ടിൽ SIR-നെ എന്തിനാണ് ഭയക്കുന്നത്? SIR എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലോ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടറൽ റൂൾ 1960 പറയുന്നില്ല. സമ്മറി റിവിഷനാണ്. ഇപ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഞാൻ അതോടെ ഇരിക്കട്ടെ. ഏത് രീതിയിൽ വോട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും വോട്ട് അനധികൃതമായി ചേർത്തത് ഡിലീറ്റ് ചെയ്യുന്നതിനും ബാധകമായ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടറൽ റൂളുമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പ്രശ്നം ആദ്യം തന്നെ മഹാദേവപുരത്തെ സംഭവങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാദേവപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 1,250,000 വോട്ടാണ് വ്യാജമായി കടന്നുകൂടിയത്. എന്താണ് ഇരട്ട വോട്ട്? 11,965 ഇരട്ട വോട്ടുകളാണ്. വ്യാജ വോട്ട് 40,000, ഇല്ലാത്ത ആളുകളെ വോട്ട് പല സ്ഥലത്ത്, തൃശ്ശൂർ ഒക്കെ ചേർത്ത മാതിരി. പിന്നെ ഒരേ വിലാസത്തിൽ 10,452 വോട്ട് ഒരേ വിലാസത്തിൽ. പിന്നെ ഫോട്ടോ ഇല്ലാത്ത ഒരു 4,132 ഫോട്ടോ ഇല്ലാത്ത, ഫോട്ടോ ഐഡൻറ്റിറ്റി ഇല്ലാത്ത. പിന്നെ ഫോറം 6 ദുരുപയോഗം ചെയ്ത്. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ വ്യാജമായി വോട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഈ ഫോം 6 ഫോം 7 ജനപ്രാതിനിധ്യ നിയമം, അതിൻ്റെ നിയമം അതാണ്. ജനപ്രാതിനിധ്യ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നതാണ് 1950 ഈ ഫോം 6-ലും 7-ലും പ്രത്യേകം പറയുന്നുണ്ട്, ഒരാൾ കള്ളത്തരത്തിലാണ് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഡിക്ലറേഷൻ കൊടുക്കണം. ഞാൻ ഇന്ന സ്ഥലത്താണ്, ആ സ്ഥലത്തായിരിക്കില്ല അയാൾ താമസിക്കുന്നത്, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ 1,00,000 ചില്ലാണ് വോട്ട് മഹാദേവപുരത്ത് കള്ളത്തരത്തിൽ ചേർത്തെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം എന്താണെന്നറിയോ? എഫിഡവിറ്റ് തരണമെന്ന്. ഏത് നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എഫിഡവിറ്റ് എന്ന് പറയുന്നത്? ഇനി ബീഹാർ എടുക്കാം. ബീഹാറിൽ 54 എൻ്റെ ബഹുമാന്യ സുഹൃത്താണ്, 64 ലക്ഷം വോട്ടുകളാണ് അവിടുന്ന് ഡിലീറ്റ് ചെയ്തത്. അതിൽ 61 ലക്ഷം ആളുകൾ മരിച്ചു, നാട്ടിലില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ സെക്ഷൻ 22 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അവരെ അറിയിക്കണം.
അവരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ മരിച്ച യാദവ് നേരെ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്നെ മരിച്ചാളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വളരെ പ്രധാനമായി ഈ IT മെക്കാനിസം ഉപയോഗിച്ച് സോഫിസ്കേറ്റഡ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വ്യാപകമായി ആളുകളെ പേരുകൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പൊ കർണാടകത്തിലെ നിയോജകമണ്ഡലത്തിൽ പുലർച്ചെ 4 മണിക്കാണ് ഒരാളെ പേര് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 16 സെക്കൻഡിലാണ് ഒരു വോട്ട്. ആ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്ന ആളെല്ലാം ഫോം 6 കൊടുക്കണം. അത് ഓൺലൈൻ ആയിട്ടാണെങ്കിലോ മാനുവൽ ആയിട്ടാണെങ്കിലോ ഫോം 6 കൊടുത്താലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം പറയുന്ന SIRൽ അവർ വ്യക്തമായി പറഞ്ഞിരിക്കണ്ടേ, ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫോം 7 അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വ്യാജമായി വോട്ട് ചേർത്തിരിക്കുന്ന ആളുകൾ അവർ 6 കൊടുത്തിരിക്കുന്ന അവസരത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം കളവാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു 2021 അസംബ്ലി ഇലക്ഷനോടനുബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു. വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്ന ആളുകളുടെ 2 തല ആ ജഡ്ജ്മെന്റിൽ തന്നെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ഇത് ഇരട്ട വോട്ടാണ്, ഒരേ ആള് 2 അഡ്രസ്സിൽ ഒരേ ഫോട്ടോ. ആ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ പറഞ്ഞെന്നറിയോ? അതിൽ നമ്മൾ പറഞ്ഞത് 2 ലക്ഷത്തോളം വ്യാജ വോട്ടർമാർ ചേർത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവർ എഫിഡവിറ്റ് കൊടുത്തു 37,000 വോട്ട് കള്ള വോട്ടാണ്, അവരുടെ പേരിൽ വല്ല നടപടിയെടുത്തോ? ഈ SIR എന്ന് പറയുമ്പോൾ SIR അനുസരിച്ച് നിയമവിരുദ്ധമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ആളുകളെ നീക്കം ചെയ്യുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയണം 1950 ജനപ്രാതിനിധ്യ നിയമ സെക്ഷൻ 22 അനുസരിച്ച് അവർക്ക് നോട്ടീസ് അയച്ച് അവരെ കേൾക്കും. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താതെയാണ് ഇപ്പോൾ പറയുന്നത് SIR. അപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുന്നത്. ബീഹാറിലെ മഹാദേവപുരത്തെ, കർണാടകത്തിലെ മറ്റ് 2 സംസ്ഥാനങ്ങളിലെ, നിങ്ങളറിയോ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ ബാധ്യസ്ഥനാണ്. ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനെതിരെ അതിശക്തമായ ആരോപണങ്ങളല്ല തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തു വന്നപ്പോൾ, പ്രസ്താവന നടത്തിയപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന ആരാ? അമിത്ഷാ. വാട്ട് ഈസ് ദ ബിസിനസ് ഓഫ് അമിത്ഷാ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളെ പോലുള്ളൊരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരിക്കുന്ന ഗവൺമെന്റും പരസ്പരം ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്ത് വരുന്നു. അപ്പോഴാണ് നമ്മൾ സംശയം വർദ്ധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്ന അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ അവിടെയാണ് ശരിക്കും വേലിയാണ് വേള നിന്നത്. നമ്മുടെ ഈ പ്രക്രിയക്കെല്ലാം നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ റഫറി ഗോളടിക്കുകയാണ്. കള്ളവോട്ട് ചേർക്കുന്നതിൻ്റെ സൂത്രധാരകരായി മാറുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. നിയമവിരുദ്ധമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നു. അതിന് നമ്മുടെ രാജ്യം ഒരു വെള്ളരിക്കപ്പെട്ടണമെന്നും അല്ലല്ലോ. ജനാധിപത്യ രീതിയിലുള്ള വ്യവസ്ഥയില്ലേ? 1950 ജനപ്രാതിനിധ്യ നിയമം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടർ റൂൾസ്, ഇതനുസരിച്ച് ഫോം 7 ഫോം 6 കള്ളത്തരത്തിലാണ് ഒരാൾ പേര് ചേർത്തതെങ്കിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 1990-കളിൽ എടക്കാട് തെരഞ്ഞെടുപ്പിൽ ശ്രീ സുധാകരനും ഭരതനും മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സുധാകരൻ 100 ജില്ലാണ് വോട്ടിനാണ് തോറ്റത്. ഇലക്ഷൻ പെറ്റീഷൻ വന്നു. ഇലക്ഷൻ പെറ്റീഷൻ കേരള ഹൈക്കോടതി ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ സിറ്റിംഗ് വെച്ചു. എന്തിനാണെന്ന് അറിയുമോ? 600 ചില്ലാണം കള്ളവോട്ടാണ്. നമ്മൾ പറഞ്ഞു ഈ 600 ചില്ലാണ്ടാളെ സമൻസ് അയച്ച് വിളിപ്പിക്കണമെന്ന്. ഈ ഇലക്ഷൻ ട്രിബ്യൂണൽ ഹൈക്കോടതിയുടെ ഇലക്ഷൻ പെറ്റീഷൻ കേട്ട ബെഞ്ചിന്റെ മുമ്പാകെ 600 ചില്ലാണം ആൾക്ക് സമൻസ് അയച്ചപ്പോൾ ഹാജരാവുന്നത് 100 പേര് മാത്രമാണ്. ബാക്കിയെല്ലാം കള്ളവോട്ടാണ്. അപ്പൊ കള്ളവോട്ട് ആസൂത്രിതമായി, സമർത്ഥമായി, ബുദ്ധിപരമായി, സംഘടിതമായി ഇപ്പോഴത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണെന്നാണ്. ഞാനത് സത്യമാണെന്ന് പറയുന്നില്ല. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം അവതരിപ്പിച്ചപ്പോൾ ഞാനൊരു ഓപ്പറേഷണൽ പാർട്ട് ചോദിക്കട്ടെ. അതായത് ഫോം 6 അപ്ലോഡ് ചെയ്തതിനു ശേഷം
ഏതൊക്കെയോ മേഖലകളിൽ നിന്ന് ഈ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഫോം 6 പരിശോധിച്ച് അയാൾക്ക് ഫോം 7 പ്രകാരം നോട്ടീസ് കൊടുത്ത് അയാളെ കേട്ട് എന്നിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ. ഇത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആരോ ഡിലീറ്റ് ചെയ്തു എന്നാണ്, ഏതോ കേന്ദ്രങ്ങൾ എന്നാണ്. അങ്ങനെയെങ്കിൽ എത്ര ഗുരുതരമായ പ്രശ്നമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറയുന്ന ആ വോട്ടർ വെബ്സൈറ്റ് മറ്റാരോ ഹാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരോ ഉപയോഗിക്കുന്നു, അത് മറ്റാരോ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ, തൃശ്ശൂരിൽ കരട് പട്ടിക ഇറങ്ങിയപ്പോൾ അതിൽ പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികൾ പരിഗണിച്ച് വരുമ്പോൾ അവസാനം അന്തിമ പട്ടിക വന്നു കഴിയുമ്പോൾ അതിൽ മുഴുവൻ കള്ളവോട്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് വരണാധികാരിയായ ജില്ലാ കളക്ടർ ചെയ്തത്. അതായത് ഈ സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത്? തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ആരുടെയോ കൈവശം, ആർക്കൊക്കെയോ ഡിലീറ്റ് ചെയ്യാവുന്ന അവസ്ഥ. ഇതിനെയാണ് നമ്മൾ സുതാര്യ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ത് തരം ഇതാണെങ്കിലും ആളുകൾ അവിശ്വസിക്കില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ? അല്ല, അവിശ്വസിക്കലല്ല, ഈ ഫ്രോഡിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കയ്യൊപ്പുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്? ഈ കേരളത്തിന് ആ സംസ്ഥാനത്തിന് പുറത്തുള്ള അജ്ഞാത കേന്ദ്രങ്ങളിലാണ് OTP പോകുന്നത്. അവിടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 16 സെക്കൻഡിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സെക്ഷൻ ഫോം 6ഉം ഫോം 7ഉം ഒരു തവണ വായിച്ചു നോക്കിയാൽ ഒരു വോട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് നോട്ടീസ് കൊടുക്കണ്ടേ? സെക്ഷൻ 22 പറയുന്നത് എന്താണ്? ഒന്നുമില്ലാതെ, അതാ പറഞ്ഞ അയൽവക്കത്തുള്ള ഒരാളെ പേരിലാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്, ഫോം 7 കൊടുത്തിരിക്കുന്നത്. അയാൾ പറഞ്ഞു, അദ്ദേഹം രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഹാജരാക്കി. അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ആര് വരഞ്ഞു? ഈ ഫോം 7 എങ്ങനെ വന്നു? ഫോം 7ൽ വന്നിരിക്കുന്നത് ആരുടെ മുമ്പിലാണ്? ഏതെങ്കിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇതുപോലുള്ള ഫ്രോഡിന് കൂട്ടുനിന്നാൽ ജനപ്രാതിനിധ്യം സെക്ഷൻ 32 പറയുന്നത് 2 കൊല്ലം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന ഒരു കുറ്റമാണത്. IPC പ്രകാരമുള്ള കുറ്റമാണ് ഈ ഫോർജറി. 7 കൊല്ലം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന കുറ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ആർക്കോ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും സത്യസന്ധമായി പ്രവർത്തിക്കേണ്ട, ജുഡീഷ്യറിയെ പോലെ സത്യസന്ധമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഈ ഫ്രോഡിന് കൂട്ടുനിന്ന് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ പ്രവർത്തിക്കുമ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു പെട്ടെന്ന് എന്താണ് SIR. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലോ ചട്ടങ്ങളിലോ ഒന്നും തന്നെ SIR പറയുന്നില്ല, സമ്മറി റിവിഷനാണ്. അപ്പോൾ അവർ പ്രഖ്യാപിക്കണം, ഇത് ബീഹാറിൽ നടന്നതുപോലെ ആയിരിക്കില്ല, ഇത് മഹാദേവപുരത്ത് നടന്ന പോലെ ആയിരിക്കില്ല, ഇതിനെല്ലാം ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പൊ ബീഹാറിലെല്ലാം ഈ സ്പെഷ്യൽ SIRന് കാരണം പറഞ്ഞത് മൈഗ്രേറ്റഡ് തൊഴിലാളികൾ വന്ന് വോട്ട് ചേർത്തു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷനിൽ സാധാരണ താമസക്കാരൻ, ആ സാധാരണ താമസക്കാരൻ ഇത്ര വ്യക്തമായി നിർവചനം നൽകിയിരിക്കുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടാവുമ്പോൾ, അവൻ മൈഗ്രേറ്റഡ് ആയ ആളാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ 6 മാസം താമസിക്കുകയും അവന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാനുള്ള നിയമം അനുവദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ വെട്ടി ഇങ്ങോട്ടേക്ക് വോട്ട് ചേർക്കാനുള്ള നിയമം അനുവദിക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരെ കുറിച്ചാണ്, അതും ബീഹാറിലേക്ക്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതാണ് പൗരത്വ പ്രശ്നം വരുന്നത്. സർ, അവരുടെ ആധാർ ഉണ്ടെങ്കിൽ, അതല്ലേ സുപ്രീം കോടതി പറഞ്ഞേ, ആധാർ ഉണ്ടെങ്കിൽ അവരെ പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരം എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് കിട്ടുന്നത്? ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഐഡന്റിറ്റി കാർഡ് പോലും SIRൽ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ വിഡ്ഢി വേഷം കെട്ടിയവനല്ലേ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചതല്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന വോട്ടേഴ്സ് ID പോലും ഒരു തിരിച്ചറിയൽ കാർഡായി വോട്ട് ചേർക്കാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വാട്ട്? അപ്പൊ അത്ര കണ്ട് ഇവർക്ക് ഒരു പൗരന്റെ പൗരത്വം തീരുമാനിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് അധികാരം? അവർക്ക് ഏത് നിയമപ്രകാരമാണ് അധികാരം? അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആധാർ ഇസ് എ ബേസിക് ഡോക്യുമെന്റ്, സ്വീകരിക്കേണ്ടതാണ്. ഇലക്ഷൻ ID ബേസിക് ഡോക്യുമെന്റ് ആണ്. നമ്മുടെ രാജ്യം ഈ വ്യവസ്ഥയുള്ള ഈ ഇത്ര സുവിക്തമായ തെരഞ്ഞെടുപ്പ്, നമ്മുടെ 1950-51 നിയമം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നിലവിൽ വരുന്നതിന് മുമ്പ് വരെ പാസാക്കിയ നിയമമാണ്. ഇന്നും ഇത് സ്ട്രോങ് ആയി നിലനിൽക്കുന്നു. അതിന്റെ ചട്ടങ്ങൾ നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവരുടെ കമ്മീഷന്റെ പ്രവർത്തികൾ തന്നെ സംശയം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ SIRനെതിരെ ചോദ്യവും എതിർപ്പും ഉയരുന്നത്. ഞാൻ മടങ്ങി വരാം.
വി ആർ അനൂപ്, ഈ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അക്കൗണ്ടബിൾ ആക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുള്ളത്. അതേ കമ്മീഷൻ തന്നെ ഭാഗമാണ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർ. അപ്പോൾ ഈ നടക്കുന്ന പ്രക്രിയ അത് ഇനി വളരെ ചുരുങ്ങിയ സമയമാണ്. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഈ മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നിരിക്കെ ഇതുമായി സഹകരിക്കാനാണോ നിങ്ങളുടെ തീരുമാനം, അതല്ല വിട്ടുനിൽക്കാനാണോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി സഹകരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യമുറയിൽ നിർത്തുമ്പോൾ നേരത്തെ ബഹുമാനനായ അഡ്വക്കേറ്റ് ആസിഫ് അലി സാർ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ആരാണ് അതിന് ഡിഫെൻഡ് ചെയ്യുന്നത്? അമിത്ഷാ മുതൽ ഇവിടെ സംഘപരിവാർ സഹയാത്രികനായ ഷാബു പ്രസാദ് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിലപാടെടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJP ഒരു പോഷക സംഘടനാ സംവിധാനം പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഈ രാജ്യത്ത് ആദ്യമായിട്ടല്ലല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് അത് തൂത്തെറിയപ്പെട്ടില്ല, അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു. അടിയന്തരാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിനെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. കോൺഗ്രസിന് വേണമെങ്കിൽ ആ കാലത്ത് സാധ്യമാകുമായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ തോൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ അംഗീകരിച്ച ആളുകളാണ്. പിന്നീട് പല തവണ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മൊറാർജി ദേശായിക്ക് ശേഷം പലപ്പോഴും VP സിംഗ്, ഈ പറയുന്ന വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ തന്നെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നതിൻ്റെ കാരണം ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം തന്നെയാണെന്നേ. എല്ലാ ഫാസിസ്റ്റുകളും എല്ലാ കാലത്തും അനുവർത്തിക്കുന്ന ഒരു നയമാണ് ഇന്ന് ഇന്ത്യക്കകത്ത് സംഘപരിവാർ ഭരണകൂടം അനുവർത്തിക്കുന്നത്. ഇപ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി ഇലക്ഷനിൽ മത്സരിച്ച് ജനങ്ങളുടെ സമ്മതിദാന അവകാശം നേടി അധികാരത്തിൽ വന്ന ഒരാളാണ് ഹിറ്റ്ലർ. പക്ഷേ പിന്നീട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്കകത്ത് അതിനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ സ്വതന്ത്ര സ്വഭാവത്തെ അട്ടിമറിക്കാനുള്ള നിരന്തര പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുന്നത്? വളരെ കൃത്യമല്ലേ ഇത്? ഈ പറയുന്ന എങ്ങനെയാണോ പൗരത്വ പദ്ധതിയിൽ നിന്ന് ഈ പറയുന്ന ആളുകളെ, ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നത്, അതേ മാതൃകയിൽ തന്നെ വളരെ കൃത്യമായ മുൻവിധിയോടുകൂടി ആളുകൾ ഒഴിവാക്കുകയാണ്. അടിസ്ഥാനപരമായ രേഖകൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വം തീരുമാനിക്കാൻ എന്താണ് അധികാരം? ഇവിടെ ഇലക്ട്രൽ ID പോലും ഒരു തെളിവായി സ്വീകരിക്കാതെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളോട് പറയുന്നത് എന്താ? നിങ്ങൾ പൗരനാണെന്ന് തെളിവില്ല, നിങ്ങൾ പൗരനാണ് എന്നതിൻ്റെ തെളിവ് ഹാജരാക്കി വരൂ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകളുടെ പൗരത്വം എന്ന് പറയുന്നത് പ്രതിസന്ധിയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചത് വളരെ ടാർഗറ്റഡായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ടാർഗറ്റഡായി വോട്ട് ചേർക്കപ്പെടുന്നു, ടാർഗറ്റഡായി വോട്ട് നീക്കം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്ന ആരാ? BJP ആണ്. BJPയെ സംബന്ധിച്ച് കേരളം കുറേ കാലമായി ഇവരുടെ ടാർഗറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചാലപ്പുറം മോഡലിനെ കുറിച്ച് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മുസ്ലിം ജനസാമാന്യമുള്ള ഏരിയയിൽ നിന്ന് അവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാനും RSSന് സ്വാധീനമുള്ള ഒരു മേഖലയിൽ അവിടെ ജയിക്കാനും വേണ്ടി ഡീലിമിറ്റേഷൻ പോലും അട്ടിമറിക്കപ്പെട്ടാണെന്നേ നമ്മുടെ കൺമുന്നിൽ കാണുന്ന വളരെ സമൂർത്തമായ ഒരു ഉദാഹരണമാണത്. അപ്പോൾ കൃത്യമായും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശം സംശയാസ്പദമാണ്. അതിന് പിന്നിൽ സംഘപരിവാറിനെ സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിനുള്ള തക്കമായ സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ജനാധിപത്യ ബോധമുള്ള ആളുകൾ, രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല, അതിന് പുറത്ത് പൗരന്മാർ, ഈ രാജ്യത്തെ NGOകൾ, ഇന്റലക്ച്വൽസ് എല്ലാവരും ഇതിനെതിരെ വളരെ ജാഗ്രതയായിരിക്കുന്ന സന്ദർഭമാണ്. ഇത് കോൺഗ്രസിന്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ. രാഹുൽ ഗാന്ധി ഈ വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടല്ലോ ആളുകൾ അതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധി ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടക്കാൻ ആരംഭിക്കുമ്പോൾ രാജ്യം തന്നെ അദ്ദേഹത്തോടൊപ്പം നടക്കുകയാണ്. അത് നാളിതുവരെ കോൺഗ്രസിനെ എതിർത്ത ജനവിഭാഗങ്ങൾ പോലും, കോൺഗ്രസിനോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ, കോൺഗ്രസിന് വിമർശിച്ചിട്ടുള്ള ആളുകളൊക്കെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള, ഇന്ത്യൻ ജനാധിപത്യത്തെ പ്രതിരോധിക്കാനുള്ള ഈ വലിയൊരു പ്രക്രിയയിൽ പങ്കാളികളാണെന്നേ. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ വിജയം എന്ന് പറയുന്നതാണ്. ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ യൂണിറ്റ് എന്ന് പറയുന്നത് വോട്ടറാണ്.
ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ ആപ്തവാക്യം. ആ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ജനാധിപത്യത്തെ രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യ എന്ന ആശയത്തെ രൂപപ്പെടുത്തിയ പ്രസ്ഥാനം, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ മുന്നോട്ട് വെച്ച പ്രസ്ഥാനം, ഇന്ത്യൻ ജനാധിപത്യത്തെ പ്രയോഗവൽക്കരിച്ച പ്രസ്ഥാനം. അപ്പോൾ ഈ ജനാധിപത്യത്തെ നിലനിർത്തേണ്ട സവിശേഷമായ ബാധ്യത ഞങ്ങളുണ്ട്. ആ ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പോരാടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കേരളത്തിലും അത് തുടരും. ശരി, ശ്രീ ലാൽകുമാർ, നോക്കൂ, ഇപ്പോൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച അടൂർ പ്രകാശിന്റെ ആരോപണമൊക്കെ ഉണ്ടല്ലോ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ, അതൊന്നും അല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലോ ഇപ്പോൾ വി ആർ അനൂപിനെ പോലുള്ളവർ ഈ ചർച്ചയിലോ പറയുന്നത്. അവർ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത്. ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫും ഈ SIR പ്രോസസ്സിനോട് എതിർപ്പാണ്. അവിടെയാണ് നമ്മൾ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ കാര്യം വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ UDF നും LDF നും വലിയ തോതിലുള്ള വീഴ്ചയുണ്ടായി. അവിടെ നടന്നിട്ടുള്ള അട്ടിമറി ഒരു പ്രൊട്ടസ്റ്റിലൂടെ അതിനെ എതിർക്കാനോ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ആ തെരഞ്ഞെടുപ്പ് ഫലം ചലഞ്ച് ചെയ്യാനോ പോലും ആരും ശ്രമിച്ചില്ല. സുരേഷ് ഗോപിയുടെ വിജയം ഏകവിഷയമായി അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുകയാണ്. അവിടെ വന്ന പ്രശ്നം അത് പിന്നീടാണ്, അതിലെ വിഷയങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരുന്നത് പിന്നീടാണ്. അപ്പോഴാണ് അത് ചർച്ചയാവുന്നത്. അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി UDF ഉം LDF ഉം ഒറ്റക്കെട്ടായി ഈ പ്രശ്നങ്ങൾ മുന്നിൽ വച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കി. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട SIR പ്രോസസ് സുതാര്യമായും ഭരണഘടനാപരമായും ജനാധിപത്യപരമായും പൂർത്തിയാക്കാൻ ഒരു കൂട്ടായ ശ്രമം നടത്തേണ്ടതല്ലേ? നോക്കൂ, ഒരു ആസിഫ് ഞാൻ പറയാം. നോക്കൂ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എൻഷുർ ചെയ്യുമ്പോഴാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിട്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ആശയം അത് ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ഇല്ല എങ്കിൽ ജനാധിപത്യം ഇല്ല. നോക്കൂ, ഞാൻ വോട്ട് ചെയ്ത ആളാണോ ജയിച്ചിരിക്കുന്നത് എന്ന സംശയം, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നതല്ല, ഭൂരിപക്ഷം വോട്ട് ചെയ്ത ആളാണോ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്നത്, അതോ അല്ലെങ്കിൽ മറ്റാരേലും ഏതെങ്കിലും തരത്തിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് അല്ലേ? ആ ചോദ്യത്തിന് വ്യക്തമായി അല്ല എന്നെയും അജിംസിനെയും സാബു പ്രസാദിനെയും നരേന്ദ്രമോദിയെ ഉൾപ്പെടെ കോൺഫിഡൻസിൽ എടുക്കുന്ന രീതിയിൽ ഒരു മറുപടി പറയേണ്ടതിന് പകരം അവർ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺവിൻസിങ് എക്സ്പ്ലനേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഈ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. എല്ലാവർക്കും വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായി ജനാധിപത്യ ഫംഗ്ഷനാണ്. ഈ പാർപ്പിടമില്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമല്ലോ. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്ന കാര്യം കോംപ്രമൈസ്ഡ് ആയതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു വീട്ടിൽ 80 പേര് താമസിക്കുന്നതിന് കാരണം അതാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയുണ്ടായി. പക്ഷേ ഈ 80 പേര് താമസിക്കുന്ന 80 പേർക്കും മാതാപിതാക്കളുണ്ടല്ലോ അല്ലേ? അതിനകത്ത് ABCD എന്നും LMNO PQ എന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ എഴുതുന്നൊരു സംവിധാനം കേരളത്തിൽ ഭാഗ്യവശാൽ അങ്ങനൊരു സംവിധാനം ഉണ്ടായില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഒരു ഓഫ് ലൈറ്റ് റിയലൈസേഷൻ ഉണ്ടായെങ്കിൽ പോലും ആ ടൈമിൽ, ആപ്റ്റ് ടൈമിൽ കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് മടിയില്ല. അത് നമ്മൾ ഇച്ചിരൂടെ കെയർഫുൾ ആകേണ്ട, ഇപ്പം നമുക്ക് കെയർഫുൾ ആകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. നോക്കൂ, ഇത് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇത് കള്ളവോട്ടാണോ എന്ന് ചോദിച്ചാൽ കള്ളവോട്ടാണ്. പക്ഷേ കള്ളവോട്ട് മാത്രമല്ല, ഇപ്പം ഒരു CPM-കാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ഒരു ബൂത്തിൽ കയറി മരിച്ചുപോയ ഒരാളുടെ പേര് കയറി ഒരു വോട്ട് ചെയ്യും, അത് കള്ളവോട്ടാണ്. അത് അയാൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചു, അയാളൊരു കള്ള ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതല്ല ഒരു സിസ്റ്റം തന്നെ ഇതിനെ മിസ്ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇതിപ്പം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ ബ്രീഫിങ്സ് കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആണല്ലോ. അതിനകത്ത് എന്തിനാണ് ഈ പറയുന്ന അമിത്ഷായും ബാക്കിയുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ബിക്കോസ് അവർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് വേണ്ടി മുന്നോട്ട് നിന്നവരാണെങ്കിൽ, അവർ മാനിപ്പുലേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എങ്കിൽ, അവർക്ക് ഈ പറയുന്ന അൺഡ്യൂ ഗെയിൻസ് ഒന്നും വേണ്ട എങ്കിൽ
ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കട്ടെ. ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾക്ക് പ്രോപ്പർ ആൻസർ പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ എന്താ ബുദ്ധിമുട്ടോ? അല്ലെ ഇത് പരിഹരിക്കും എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം, ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാ, അല്ലേ? അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതും അതിനു മുമ്പ് പറഞ്ഞതിനെക്കാട്ടിലും വലിയ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ ആ വിഷയം ചുരുക്കത്തിൽ പറഞ്ഞ ഒരു പ്രിവെൻറ്റീവ്, നമ്മൾ ഈ പ്രിവെൻറ്റീവായിട്ടെങ്കിലും നമ്മൾ ഒന്ന് കെയർഫുൾ ആകണമല്ലോ, അല്ലേ? ഒരു കോഷ്യസ് ആകുന്ന രീതിയിൽ ഇടപെട്ട് ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഇത് പരിഹരിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് തന്നെ അവരുടെ ഫ്രീ വില്ലിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല. അവർ രാഹുൽ ഗാന്ധി പറയുന്നതോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നതിനെയൊക്കെ ഡിനൈ ചെയ്യുന്ന ഒരു ഡിനയൽ മോഡിൽ നിൽക്കുന്നു. എന്നുവെച്ചാൽ പല എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ അവരുടെ ബ്രീഫിംഗ് എടുത്തു കഴിഞ്ഞാൽ BJPയുടെ ഒരു അധ്യക്ഷൻ പറയുന്ന ലെവലിലേക്ക് അവർ സ്റ്റാൻഡേർഡ് അവരുടെ കൂപ്പ് കുത്തിയാണ് അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ അവർക്കൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിപ്പം തുടങ്ങിയതല്ല, ഇതിനു മുമ്പാണെങ്കിലും പ്രൈം മിനിസ്റ്ററിൻ്റെ ഓരോ വേർഡ്സും പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനെതിരെയുള്ള ഇവരുടെ ആക്ഷൻസും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വായിച്ചെടുക്കേണ്ട ഒരു വിഷയമല്ല. അങ്ങനെ നിൽക്കേ ഈ സംസ്ഥാനത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ ഈ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് BJP കിട്ടിയത്. പക്ഷേ ഈ പറയുന്നത് ഷാബു പ്രസാദിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ലോക്കൽ ഗവൺമെൻറ്റുകളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. UPയിലും ബീഹാറും അങ്ങനെയുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. അവിടെ ഒക്കെ നിങ്ങളാണ് ഭരിക്കുന്നത്. ഈ രാജ്യത്ത് കൂടുതൽ സ്ഥലത്തും നിങ്ങളുടെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറാണുള്ളത്, അല്ലെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം നിങ്ങൾക്ക് വേണ്ടി കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അത് നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ദുർവിനിയോഗം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടിയത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വിഷയമാണ്. അതിന് ഒരു CPMും കോൺഗ്രസും ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നതിന് ഉപരി ഞാനും അജിംസും ഒന്നിച്ച് നിൽക്കണം. അതിനകത്ത് നമ്മൾ രണ്ടും CPMും അല്ല കോൺഗ്രസ്, എനിക്ക് CPM മെമ്പർഷിപ്പ് ഉള്ള ആളല്ല. അതിന് മേളിൽ ജനാധിപത്യ സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുക പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്, ഭരണപക്ഷ പാർട്ടികൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ. ഇപ്പോൾ ഏറ്റവും സമീപ ഓർമ്മയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചത് GLV നരസിംഹറാവു എന്ന് പറയുന്ന BJP നേതാവാണ്. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്ത ആളാണ് LK അഡ്വാണി. ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്നൊരു പുസ്തകം എഴുതിയ ആളാണ് ഈ GLV നരസിംഹറാവു. അതിന് മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ ചിദംബരമോ അല്ല മറുപടി പറയാൻ പോയത്. അതിന് മറുപടി പറഞ്ഞത് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരുടെ ആ വിമർശനത്തെ തുടർന്നാണ് നമുക്ക് ഇപ്പോൾ ഈ VVPAT സംവിധാനത്തിലേക്ക് ഒരു പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷേ കർണാടകയിലെ BJP നേതാക്കൾ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കർണാടകയിലെ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. പകരം ഇവരാണ് ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ അമിത്ഷാ മറുപടി പറയുന്നു. ഇത് എന്താണ്? യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കുക, അതിനെ ട്രാൻസ്പെറൻ്റ് ആക്കുക. ക്രമക്കേടുകൾ നടക്കുന്നത് ഷാബു പ്രസാദ് തന്നെ പറയുന്നു. ഈ 3 വർഷം മുമ്പ് ഈ ക്രമക്കേട് നടന്നു, അല്ല ഈ 18 മാസം ഈ കത്തയച്ചു, വിവരങ്ങളൊക്കെ കൊടുത്തു. ഈ കർണാടക പോലീസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യേണ്ട പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതല്ലേ? അവരുടെ വെബ് പോർട്ടലാണ് എവിടെയോ ഒന്ന് ഹാക്ക് ചെയ്ത് വോട്ട് ഡിലീറ്റ് ചെയ്തത്. അതിലെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രം ഞങ്ങൾ പണ്ട് കേസെടുത്തായിരുന്നു എന്നാണോ പറയേണ്ടത്? ഇപ്പോഴും ഇവിടൊക്കെ നിങ്ങളൊക്കെ ഈ മാതിരി ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഈ 100 കോടിയോളം വരുന്ന ഡേറ്റ BJP അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരോ അത് ആക്സസ് ചെയ്ത് അതിൽ തിരുത്തുകളൊക്കെ വരുത്തുന്നു എന്ന ആ ഒരു യക്ഷിക്കഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ്. യക്ഷിക്കഥയല്ല ഷാബു പ്രസാദ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചതാണ്. അതിൽ കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാണ്. പറയുന്നത് കേൾക്കൂ, അതെ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞു ഇവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ അലന്റ് മണ്ഡലത്തിലെ 6018 വോട്ടുകൾ റിമൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തിൽ അത് നോട്ട് ചെയ്യപ്പെട്ടു. അത് നോട്ട് ചെയ്യപ്പെട്ട് വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തി 24 എണ്ണം മാത്രമേ അതിൻ്റെ അകത്ത് ജെനുവിനാണെന്നുള്ളത് കണ്ടുള്ളൂ. ആ 24 എണ്ണം മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ ആ സിസ്റ്റം എത്ര ഫുൾ പ്രൂഫ് ആണ്. അത് ആ പോരായ്മകൾ ഉണ്ടാകും എങ്കിൽ പോലും
അത് മാനിപ്പുലേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞ പോലെ 6018 വോട്ടുകളൊന്നും അവിടെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. 24 വോട്ടുകൾ മാത്രം ജെനുവിനായിട്ട് റിമൂവ് ചെയ്യപ്പെടേണ്ടതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് അവ മാത്രമാണ് റിമൂവ് ചെയ്തത്. അപ്പോ ഈ ബി എൽ ഒയുടെ അമ്മാവന്റെ വോട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് കേസെടുത്തത്. ശ്രമം മാത്രമുള്ളെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടതാണോ? അല്ല, അതായത് ഈ ഫോം 7 എന്ന് പറയുന്ന സാധനം ആർക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ഷേപം ഉന്നയിക്കാൻ മാത്രമുള്ള സംഭവമാണ്. അല്ലാതെ അവർക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. എനിക്കിപ്പം വേണമെങ്കിൽ അജിംസിന്റെ വോട്ടിനെ ചാലഞ്ച് ചെയ്ത് എനിക്ക് ആക്ഷേപം ഉന്നയിക്കാം. ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലുള്ള അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തെ ജെന്യുവിനിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്ത് നടക്കുകയുള്ളൂ. അതിനൊരു BLO വേണം, ഒരു BLOയുടെ സർട്ടിഫിക്കേഷൻ അതിന് വേണം. ഷാബു പ്രസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാഖ്യാനമാണ്. കമ്മീഷൻ പറയുന്നത് ഷാബു പ്രസാദ് വിശ്വസിക്കുകയാണ്. 56 ലക്ഷം പേരുടെ വോട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞൊക്കെ വെട്ടിക്കളഞ്ഞ ആളെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ രാജ്യമാണിത്. മരിച്ചിട്ടില്ല. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ മുമ്പിലുള്ള തെളിവാണ്. എന്നിട്ടും ഷാബു പ്രസാദ് ആ വ്യാഖ്യാനം അങ്ങനെ തന്നെ വിഴുങ്ങി അതിനെ ന്യായീകരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ അതോറിറ്റി പറയുന്നതാണ് എനിക്ക് വിശ്വാസം. രാഹുൽ ഗാന്ധി പറയുന്നതല്ല. മീഡിയ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എൽ കെ അഡ്വാണി വിമർശിച്ചപ്പോൾ ഷാബു പ്രസാദ് വിശ്വസിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എൽ കെ അഡ്വാണി വിമർശിച്ചപ്പോൾ EVM എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ ഷാബു പ്രസാദ് വിശ്വസിച്ചിരുന്നോ? അത് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം പറയുമ്പോഴെല്ലാം അതിനെ എതിർക്കുക, അതാണോ അല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഭരണഘടനാ അതോറിറ്റിയോടുമാണ് എനിക്ക് വിശ്വാസമുള്ളത്. അല്ലാതെ അജിംസിനോടും മീഡിയ വണ്ണിനോടും അല്ല. അതായത് എൽ കെ അഡ്വാണി EVM-നെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെയായിരുന്നു ഷാബു പ്രസാദും BJP-യും. ഇനിയും പറയാം. ഇനി ഞാൻ അടുത്തതിലേക്ക് വരാം. EVM-ന്റെ ആദ്യ ഘട്ടങ്ങളിൽ പലരും ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ആ സിസ്റ്റം നടപ്പാക്കി വന്നപ്പോൾ അതിൻ്റെ അകത്തെ നടത്തിപ്പിനെ പറ്റി സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അല്ലാതെ അതിനെ ആ സംഭവത്തിനെ തെരുവിൽ വലിച്ചഴിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന് നാണം കെടുത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്ത് 2 തവണ 2004-ും 2009-ും കൂടെയാണ് ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി. സംസാരിക്കാം. ഈ രാജ്യത്ത് പുസ്തകം ഇപ്പോഴും അന്ന് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കലായിരുന്നില്ലേ BJP ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഈ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നുള്ള നിലയിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ള ആ ഭീകരമായ ദുഷ്പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ അതെന്തിനെ കുറിച്ചാണ് നോക്കൂ, EVM-നെ കുറിച്ചാണ്. EVM-നെ കുറിച്ച് ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന പുസ്തകം അവൈലബിൾ ആണ്. അപ്പൊ BJP ചെയ്യുമ്പോൾ ശരി, കോൺഗ്രസ് അന്വേഷിച്ച് എന്താണെന്ന് വിലയിരുത്തി വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെറ്റുകൾ തിരുത്തി പരിഹരിച്ച് വീണ്ടും ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അധികാരത്തിൽ വരികയാണ് ചെയ്തിട്ടുള്ളത്. അതാണ്. അഭിപ്രായങ്ങൾ പറയാം, വിമർശനങ്ങൾ ഉന്നയിക്കാം, അതിലൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തെരുവിലേക്ക് വലിച്ചഴച്ച് ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ കോടതിയിലൊന്നും പോകുന്നില്ല, ഇത് തെരുവുകൾ കത്തിക്കണം, തെരുവുകളിൽ ഇറങ്ങണം ജനങ്ങൾ, നേപ്പാളിലെ പോലെയും ബംഗ്ലാദേശിലെ പോലെയും ഒക്കെ. തെരഞ്ഞെടുപ്പ് കേസ് ജയിക്കുക ഷാബു പ്രസാദ്, ഞാൻ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹരിയാന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് CCTV ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി പോയി. തൊട്ടുടനെ ചട്ടം തിരുത്തി അങ്ങനെ CCTV കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആരോടാണ് ഈ നിയമത്തെ നടത്തുക? ആ ചട്ടം തിരുത്തിയത് കോടതി പോയതിനു ശേഷമാണ്, കോൺഗ്രസ് കോടതിയിൽ പോയതിനു ശേഷമാണ് ചട്ടം തിരുത്തുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ആസിഫ് അലി ഇരിക്കുന്നു, സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് കോടതിയിൽ വിശ്വാസമുണ്ടോ? കോടതിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ സീനിയർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ആസിഫ് അലി സാർ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് പറയുന്നില്ല, നിങ്ങൾ എന്റെ 101% തെളിവുണ്ടെന്നാണ് പറയുന്നത്, 100 ആ 101% കൺവിൻസ് ചെയ്യാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നില്ല? നിയമപരമായ വഴിയിലൂടെ പോകാതെ ഇതൊരു ജനകീയ പ്രക്ഷോഭമായാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു വാട്ട്സ് നെക്സ്റ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ജനാധിപത്യത്തെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേശകനായിട്ടുള്ള
യോഗേന്ദ്ര യാദവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, കോടതി പോയിട്ട് ഒരു കാര്യവുമില്ല. അതിന് പകരം ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന് പറഞ്ഞ് യോഗേന്ദ്ര യാദവിന്റെ അഭിമുഖം ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഷാഹു പ്രസാദ് പറയുന്ന രീതിയല്ല പറഞ്ഞത്, അത് ഞാൻ പൂർണ്ണമായി കണ്ടതാണ്. ഓക്കെ, ശ്രീ അസഫ് അലി, എന്റെ ചോദ്യം, ഈ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് വഴി, ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ജുഡീഷ്യറി ഇക്കാര്യത്തിൽ അക്കൗണ്ടബിൾ ആണ്, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ബാധ്യത ജുഡീഷ്യറിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ കോടതിയിൽ പോയാലും രക്ഷയില്ല എന്നൊരു തോന്നൽ പ്രതിപക്ഷത്തിനുണ്ടോ? അങ്ങനെയല്ലത്. ഞാനൊരു കാര്യം പറയാം. ഈ ഹരിയാന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഈ CCTV ക്യാമറ ഫുട്ടേജ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ? കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസിൽ ധൃതിപ്പെട്ടൊരു ഭേദഗതി ഉണ്ടാക്കി. വളരെ അപകടകരമായ ഭേദഗതിയായിരുന്നു. 93(2) എന്താന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസിൽ സാധാരണഗതിയിൽ കൊടുക്കാൻ പാടില്ലാത്ത റിസർവ്ഡ് ആയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വോട്ടേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ വളരെ ആർക്കും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലൊരു ഭേദഗതിയാണ് വെച്ചത്. എന്താണെന്നറിയോ? ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ പബ്ലിക്കിനും മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച് 93(2) ശരിക്കും വായിച്ചാൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാവർക്കും ആക്സസിബിൾ ആണെന്നാണ് ആദ്യം ഉണ്ടായിരുന്നത് അമെൻമെന്റിന് മുമ്പ്. രണ്ടാമത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അത് അമെൻഡ് ചെയ്ത് എങ്ങനെയാണെന്നറിയുമോ? കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും എല്ലാവർക്കും ആക്സസിബിൾ ആണ്. കണ്ടക്ട് ഓഫ് എലക്ഷൻ റൂൾസിൽ CCTV ക്യാമറ പറയുന്നില്ല. ഹാൻഡ് ബുക്ക്, കാൻഡിഡേറ്റ്സിന്റെ ഹാൻഡ് ബുക്കിൽ ഈ ഫോം 17C എന്ത് കാരണവശാലാണ് കൊടുക്കാതിരിക്കുന്നത്? ഒരു പോളിംഗ് ബൂത്തിൽ, ഞാനൊക്കെ പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന കാലം മുതൽ വാങ്ങുന്നതാണ് എത്ര ആൾ വോട്ട് ചെയ്തു, ടോട്ടൽ വോട്ട് എത്ര എന്നുള്ളത്. മഹാരാഷ്ട്ര ഇലക്ഷൻ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് എന്താണെന്നറിയോ? വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് 75 ലക്ഷം വോട്ടർമാർ പാതിര 11 മണി വരെ പോൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ CCTV ക്യാമറ ഫുട്ടേജിന് കിട്ടില്ല. അതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എവിടെയാ പറഞ്ഞിരിക്കുന്നത് CCTV ക്യാമറ ഫുട്ടേജ് മായ്ച്ചു കളയണമെന്ന്? ജനപ്രാതിനിധ്യ നിയമത്തിലോ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിലോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ കാൻഡിഡേറ്റ്സിന്റെ ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും കിട്ടില്ല. ഇനി എന്തുകൊണ്ട് കോടതി പോകുന്നില്ല? ആറ്റം ബോംബ് വരട്ടെ. കാരണം എലക്ഷൻ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് എലക്ഷൻ പെറ്റീഷൻ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു റെമഡി. ഇപ്പോൾ അന്ന് നിയമം ഉണ്ടാക്കുന്ന ആളുകൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. എന്താണ്? 3 തരം വോട്ടർമാരാണ് ശരിക്കുള്ളത്. 1 ഓർഡിനറി എലക്ടേഴ്സ്, 2 സർവീസ് വോട്ടർമാർ, 3 NRI വോട്ടർമാർ. നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഹോംലെസ് വോട്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് XYZ എന്നൊക്കെ 00 നമ്പർ എന്ന് പറഞ്ഞ് വിശദീകരണം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ആ വിശദീകരണവും ജനപ്രാതിനിധ്യ നിയമ സെക്ഷൻ 20 വിവരിച്ചിരിക്കുന്ന ഓർഡിനറി റെസിഡൻസ് എന്ന ആശയവും എങ്ങനെ അത് രണ്ടും യോജിച്ചു പോകും? ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ നമുക്ക് വോട്ട് രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ നമ്മളെ അവകാശമാണ്. അതിനൊരു ഓർഡിനറി റെസിഡന്റ്, അതിനൊരു എക്സംഷൻസ് ഉണ്ട്. ഇപ്പം ജയില്, ആശുപത്രി, ഒരാൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ജയിലെടുക്കുന്ന സ്ഥലത്ത് അയാൾ വോട്ട് കിട്ടൂല, ഹോസ്പിറ്റലാണെങ്കിൽ കിട്ടൂല. ഒരാൾ തൽക്കാലത്തേക്ക് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വീട് മാറിപ്പോയാൽ ഓർഡിനറി റെസിഡന്റിന്റെ പദവി നഷ്ടപ്പെടില്ല. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഹോംലെസ് വോട്ടേഴ്സ്. അത് പുതിയ കണ്ടുപിടുത്താണ്. നമ്മുടെ ഭരണഘടനയിലോ നിയമത്തിലോ ഇല്ലാത്ത ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ബോംബെ ഹൈക്കോടതിയിലെ റിട്ടിൽ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ആ റിട്ട് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് 22ഓളം നിയോജക മണ്ഡലത്തിൽ എണ്ണിയിരിക്കുന്ന വോട്ടും മെഷീനിലെ വോട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. 19 നിയോജക മണ്ഡലത്തിൽ മെഷീനിലെ വോട്ടും എണ്ണിയിരിക്കുന്ന വോട്ടും കൂടുതലാണ് മെഷീനിലെ വോട്ടിനേക്കാളും. അപ്പൊ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ മൊത്തം അട്ടിമറിക്കുന്നതിൽ നമ്പർ 1 പ്രതി എന്ന് പറയുന്നത് മറ്റാരും തന്നെയല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരെടുത്ത് പറഞ്ഞ് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചപ്പോൾ എന്തേ അമിത്ഷയ്ക്ക് പൊള്ളുന്നു? എന്തിനാണ് അമിത്ഷാ ഈ ജ്ഞാനേശ്വർ കുമാറിന് വേണ്ടി ഡിഫൻസിൽ പറയുന്നു? അപ്പൊ ഇതിലെല്ലാം ഒരു ആ ഇലക്ഷൻ കമ്മീഷൻ വന്നതിന് എങ്ങനെയാ? സുപ്രീം കോടതി 3 അംഗങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്യണം, അതിന് മുമ്പ് നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു.
കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയല്ലേ മോഡിയും അമിത്ഷയും? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നിയമിക്കുന്നതിന് തുല്യമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധംപതിപ്പിച്ചതിന് ഒന്നാം പ്രതി BJPയും കേന്ദ്ര ഗവൺമെന്റും തന്നെയാണ്. സുപ്രീം കോടതി എന്താണ്, ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്, ഈ പേപ്പർ ബാലറ്റുള്ള അവസരത്തിൽ TN ശേഷം കൊണ്ടുവന്ന ഒരു പരിഷ്കാരം, ഓരോ പഞ്ചായത്തിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഒരു വലിയ വട്ടളത്തിൽ ഇടണം ഈ പേപ്പർ ബാലറ്റ്, എന്നിട്ട് സ്റ്റിർ ചെയ്യണം, ഒന്ന് മിക്സ് ചെയ്യണം. എന്തിനാണ്? ഓരോ പഞ്ചായത്തിലെയും വോട്ടുകൾ ആർക്ക് ലഭിച്ചു എന്ന് പുറത്തു വരാൻ പാടില്ല. അത്ര കണ്ട് സുതാര്യത നടപ്പിലാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അവിടെയാണ് കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് വേണ്ടി എല്ലാ വൃത്തികേടുകളും ചെയ്ത് ഭരണഘടനയുടെ സർവ്വ മൂല്യങ്ങളും വ്യതിചലിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മരണമണിയാണ് ഈ ജ്ഞാനേശ്വരകുമാർ മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇപ്പോൾ ഹരിയാനയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഖേദപൂർവ്വം ശരിയാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ SIR പ്രോസസ്സിനെ കുറിച്ചുള്ള ഗൗരവമുള്ള സംശയങ്ങളും ആശങ്കയും ഉയർന്നു വരുന്നത്. ഇവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അതിനെതിരെ നിൽക്കാനാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ UDF LDF തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രമാത്രം സാർത്ഥകമാകും, ഫലപ്രദമാകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വളരെ നന്ദി ശ്രീ അസഫ് അലി, ശ്രീ ലാൽകുമാർ, ശ്രീ VR അനൂപ്, ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചതിന്.